ഒരു തൃശ്ശൂരുകാരനായിട്ട് ഞാനും പെൺകുട്ടിയും കൂടിയിട്ട് എവിടെയാണ് പോയിട്ട് കാവശ്ശേരി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കട്ടെ ഇവിടെ കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ട് നോക്കട്ടെ, എന്നിട്ട് പറയാം. അല്ല ദേവ പാടാണ് കേട്ടാ, പാടവരമ്പത്തൂടെ നടക്കാണ് കേട്ടാ. 100 രൂപ മിസ്സിങ്ങാണ്, 100 രൂപ മിസ്സിങ്ങാണ്. അല്ല ദേവ കാവശ്ശേരി വെടിക്കെട്ട് കാണാൻ വന്ന ഒരാളുടെ 100 രൂപ മിസ്സിങ്ങാണ്. 12 മണിക്ക് കാവശ്ശേരി വെടിക്കെട്ടെന്ന് പറഞ്ഞിട്ട് 12:45 ഇല്ലടാ ദേവ. നട്ടപ്പുറ വെയിലത് നിറച്ച ആൾക്കാരാണ്. നട്ടപ്പുറ വെയിലത് ഇതുണ്ട്. പെൺകുട്ടിയുടെ കളറൊക്കെ നോക്കി ചോന്നിട്ട്. ഗൈസ്, കുറേ ആൾക്കാർ കാവശ്ശേരി പൂരത്തിന് വന്നിട്ട് പാടത്തിൻ്റെ നടുക്കിട്ടിട്ടാണ് വെടിക്കെട്ടിട്ടാ നോക്കിയാൽ. കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടാ. അപ്പോൾ തൃശ്ശൂരുകാരെന്നുള്ള നിലയിൽ കാവശ്ശേരി വന്നിട്ട് കാവശ്ശേരി പൂരം കണ്ടപ്പോൾ സംഭവമൊക്കെ നല്ല ഗംഭീര വെടിക്കെട്ടാണ്. പക്ഷേ അങ്ങോട്ട് ഫീല് വരുന്നില്ല. നമ്മൾ തൃശ്ശൂരുകാരില്ലേ, അതിൻ്റെ നടുക്കിട്ട് പൊട്ടിക്കുമ്പോൾ, നഗരത്തിൻ്റെ നടുക്കിട്ട് പൊട്ടിക്കുമ്പോൾ ഒരു ഹാളിൻ്റെ ഉള്ളിൽ വെച്ച് പൊട്ടിക്കണ പോലത്തെ ഒരു ശബ്ദമാണ് വരാം. അല്ല പെൺകുട്ടിയാ, ഇത് പാടാണല്ലോ, തുറന്നായിട്ടുള്ള പ്രദേശമായതുകൊണ്ട് ഇവിടെ ഡൈനാമിറ്റ് അല്ല, ഇതിപ്പോൾ ന്യൂക്ലിയർ ഇട്ടാലും നമുക്കധികം ഫീൽ ചെയ്യില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നഗരത്തിൻ്റെ ഉള്ളിലൊക്കെ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞ നഗരത്തിൻ്റെ ഉള്ളിൽ ശരിക്കും ഹാളിൻ്റെ അകത്ത് വെച്ചിട്ട് പടക്കം പൊട്ടിക്കില്ലേ, ആ ഒരു ശബ്ദം, ആ ഒരു മുഴക്കം, ആ ഒരു കുലുക്കം കാവശ്ശേരിക്കില്ല കേട്ടാ.